നമസ്കാരം. നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെറും ലൈക്കുകളിലും ഷെയറുകളിലും ഒതുങ്ങിപ്പോകുന്നുണ്ടോ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓൺലൈനിലെ ആ എഫേർട്ടുകളെല്ലാം എങ്ങനെ യഥാർത്ഥ സെയിൽസാക്കി മാറ്റാം? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാവാം. പക്ഷേ അങ്ങോട്ട് ആരും വരുന്നില്ലെങ്കിൽ അത് തിരക്കേറിയ റോഡിൽ നിന്ന് മാറി ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് തുറന്നുവെച്ച ഒരു കട പോലെ തന്നെയല്ലേ? ശരിയല്ലേ? ഈ അവസ്ഥ നമുക്ക് ഒരുമിച്ച് മാറ്റാം. ആളുകളെ നമ്മുടെ കടയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ആ കടയൊന്ന് ഭംഗിയാക്കണ്ടേ? അതായത് വരുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ചൊരു അനുഭവം കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ്. ഇതാണ് നമ്മുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ, സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് നിൽക്കുന്നത് പ്രധാനമായും ഈ 3 തൂണുകളിലാണ്. ഒന്നാമതായി, ആളുകൾക്ക് നിങ്ങളെ ഗൂഗിളിൽ തിരയുമ്പോൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയണം. രണ്ടാമത്, അവർക്ക് ഉപകാരപ്പെടുന്ന നല്ല കണ്ടന്റ് നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കണം. ഈ ബേസ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ എല്ലാം സിമ്പിളാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, SEO ചെയ്യുന്നത് നിങ്ങളുടെ ഓൺലൈൻ കടയെ ടൗണിലെ ഏറ്റവും തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ കൊണ്ടുപോയി വെക്കുന്നത് പോലെയാണ്. അതായത് ആളുകൾ അവർക്ക് ആവശ്യമുള്ള ഒരു സാധനത്തെപ്പറ്റി ഗൂഗിളിൽ തിരയുമ്പോൾ ആദ്യം കാണുന്നത് നിങ്ങളുടെ പേരായിരിക്കും. അപ്പോൾ നമ്മുടെ കട ഇപ്പോൾ സെറ്റാണ്, അടിപൊളിയായി ഒരുക്കിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ആളുകളെ അകത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ പണിത ആ ശക്തമായ അടിത്തറയിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് നോക്കാം. ആളുകളുടെ ശ്രദ്ധ പിടിക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കൃത്യമായ ആളുകളിലേക്ക് എത്താനായി ടാർഗറ്റ് ചെയ്ത് പരസ്യം കൊടുക്കാം. അതുമല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഇൻഫ്ലുവൻസർമാരിലൂടെ നമ്മുടെ പ്രോഡക്റ്റിനെപ്പറ്റി സംസാരിപ്പിക്കാം. ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്നുമാത്രം: നമ്മുടെ ബ്രാൻഡിനെപ്പറ്റി അവരെ അറിയിക്കുക, അവരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിക്കുക. ഇതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ ഒരു ഗോൾഡൻ റൂൾ. കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരാൻ കാത്തു നിൽക്കരുത്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അവർ എവിടെയാണോ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്, ആ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ, നിങ്ങളും അവിടെ തന്നെ വേണം. കൊള്ളാം. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു. അഭിനന്ദനങ്ങൾ. പക്ഷേ കളി പകുതിയായി ആയിട്ടുള്ളൂ. ഇനിയാണ് ശരിക്കുമുള്ള ആവേശകരമായ ഘട്ടം: വന്ന ആളുകളെ പണം തരുന്ന കസ്റ്റമേഴ്സാക്കി മാറ്റുന്നത്. ഇതൊരു ഭയങ്കര ക്രിട്ടിക്കൽ പോയിന്റാണ്. ഒരു കസ്റ്റമർ നിങ്ങളുടെ സൈറ്റിൽ വന്ന് ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ തീരുമാനിക്കും ഈ സൈറ്റിനെ വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലയോന്ന്. ആ ആദ്യത്തെ ഇംപ്രഷൻ പോയാൽ ഒരുപക്ഷേ അവരെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. ഇതൊക്കെ കാണുമ്പോഴാണ് കസ്റ്റമറുടെ മനസ്സിലെ പേടി മാറുന്നത്. അവരുടെ മനസ്സിൽ വരും, ആഹാ, മറ്റുള്ളവർക്ക് നല്ല അനുഭവമാണല്ലോ, അല്ലെങ്കിൽ എന്റെ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്താൽ സേഫാണ് എന്നൊക്കെ. വാങ്ങാനുള്ള അവസാനത്തെ ആ മടിയും അതോടെ മാറും. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരുപാട് ഫോമുകൾ പൂരിപ്പിക്കാനും പല പേജുകളിലേക്ക് പോകാനും പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? മിക്കവാറും ആ സൈറ്റ് ക്ലോസ് ചെയ്തു പോകും, അല്ലേ? അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതുകൊണ്ട് ചെക്കൗട്ട് പ്രോസസ് എപ്പോഴും സിമ്പിളും ഫാസ്റ്റുമാക്കുക. സെയിൽസ് കൂടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. സാധാരണയായി ഒരു സെയിൽ നടന്നാൽ എല്ലാവരും വിചാരിക്കും ജോലി കഴിഞ്ഞുവെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ വിജയിക്കുന്ന ബിസിനസ്സുകളുടെ രഹസ്യം അവിടെയല്ല. ഒരിക്കൽ നമ്മളിൽ നിന്ന് വാങ്ങിയ ഒരാളെ എങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ കസ്റ്റമറാക്കി നിലനിർത്താമെന്ന് നോക്കാം. നിങ്ങളൊരു ഓൺലൈൻ സൈറ്റിൽ ഒരു ഷൂ നോക്കിയതിനു ശേഷം ഫേസ്ബുക്ക് തുറക്കുമ്പോഴും മറ്റ് വെബ്സൈറ്റുകളിൽ പോകുമ്പോഴും അതേ ഷൂവിന്റെ പരസ്യം ഇങ്ങനെ പിന്നാലെ വരുന്നത് കണ്ടിട്ടില്ലേ? അതാണ് റീമാർക്കറ്റിംഗ്. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ താൽപ്പര്യം കാണിച്ചവരെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിലൂടെ ഒരു സെയിൽ നടക്കാനുള്ള സാധ്യത നമ്മൾ കൂട്ടുകയാണ്. അപ്പോൾ ഇമെയിൽ അയക്കുന്നത് തന്നെ പല കാര്യങ്ങൾക്കാണ്. ചിലത് കസ്റ്റമറുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയായിരിക്കും. മറ്റു ചിലത് പുതിയ ഓഫറുകളെക്കുറിച്ച് അറിയിച്ച് പെട്ടെന്ന് സെയിൽസ് ഉണ്ടാക്കാനായിരിക്കും. എന്തിനധികം, വെബ്സൈറ്റിലെ കാർട്ടിലൊരു സാധനം ഇട്ടിട്ട് മറന്നുപോയവരെ ഓർമ്മിപ്പിക്കാൻ പോലും നമുക്ക് ഇമെയിൽ യൂസ് ചെയ്യാം. തിയറി മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ലോകത്തിലെ ചില വമ്പൻ ബ്രാൻഡുകൾ എങ്ങനെയാണ് ഇത്ര വിജയകരമായി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം. ഇത് നമുക്ക് കൂടുതൽ പ്രചോദനം തരും. ആദ്യം തന്നെ റെഡ്ബുൾ, അവരുടെ ഒരു ഫേമസ് വാചകമാണിത്. ഈയൊരു വാചകത്തിൽ അവരുടെ ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുണ്ട്. അവരൊരിക്കലും ഒരു ഡ്രിങ്ക് മാത്രമേ വിൽക്കുന്നത്, കൂടെ ഒരു വികാരമാണ്, ഒരു അനുഭവമാണ്. ബഹിരാകാശത്തു നിന്നുള്ള ആ ഫേമസ് ചാട്ടം ഓർമ്മയില്ലേ? അതൊരു പരസ്യമായിരുന്നില്ല, അതൊരു ചരിത്ര സംഭവമായിരുന്നു. അതിലൂടെ റെഡ്ബുൾ നമുക്ക് വിനോദമാണ് തന്നത്, അല്ലാതെ വെറുമൊരു പരസ്യമല്ല. ഇതാണ് ശരിക്കുള്ള കണ്ടന്റ് മാർക്കറ്റിംഗ്. റെഡ്ബുൾ സാഹസികത വിറ്റതുപോലെ ഗോപ്രോ വിറ്റത് വെറുമൊരു ക്യാമറയായിരുന്നില്ല. അവരുണ്ടാക്കിയെടുത്തത് ലക്ഷക്കണക്കിന് ആളുകളുള്ളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയാണ് ഗോപ്രോയുടെ ബുദ്ധി. അവർ അവരുടെ കസ്റ്റമേഴ്സിനോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ക്യാമറ വെച്ചെടുത്ത അടിപൊളി വീഡിയോകളും ഫോട്ടോകളും ഞങ്ങൾക്ക് തരൂ എന്ന്. അങ്ങനെ അവർ കസ്റ്റമേഴ്സിനെ തന്നെ അവരുടെ മാർക്കറ്റർമാരാക്കി മാറ്റി. ശരി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു.
പക്ഷെ ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്നെങ്ങനെ അറിയും? അവിടെയാണ് ഡാറ്റയുടെ പ്രാധാന്യം. നമ്മുടെ വളർച്ചയുടെ വഴികാട്ടിയായ ഈ ഡാറ്റയെപ്പറ്റി കുറച്ച് സംസാരിക്കാം. നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ വിജയിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ 3 നമ്പറുകൾ എപ്പോഴും നോക്കുക. എത്ര പേർ സൈറ്റിൽ വരുന്നുണ്ട്? വന്നവരിൽ എത്ര പേർ സാധനം വാങ്ങുന്നുണ്ട്? ഈ കണക്കുകൾ നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഏത് പരസ്യമാണ് ക്ലിക്കായത്, എവിടെയാണ് ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ. ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടല്ല, പകരം ഡേറ്റ പറയുന്നത് കേൾക്കുക. ഏത് ഹെഡ്ലൈനാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്? വെബ്സൈറ്റിലെ ബട്ടന്റെ നിറം മാറ്റിയാൽ കൂടുതൽ സെയിൽസ് കിട്ടുമോ? ഇതിനൊക്കെയുള്ള ഉത്തരം ഡേറ്റ തരും. അതാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും ഉറപ്പുള്ള വഴി. ഇപ്പോൾ നിങ്ങൾക്ക് വഴി കൃത്യമായി അറിയാം. നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ്സിനെ യഥാർത്ഥ സെയിൽസിലേക്ക് എത്തിക്കാനുള്ള വഴികൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ അറിവുകൾ വെച്ചുള്ള നിങ്ങളുടെ യാത്ര എവിടെ നിന്ന് തുടങ്ങും?